ഹായ്, ഞാൻ ആകാശ് അഖിലേഷ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുപോലൊരു ലെങ്തി വീഡിയോ ഇടണമെന്ന്. സോ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് മാത്രമേ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ബിസിനസ്സിലോട്ട് വരുന്നത് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബിസിനസ്സിനെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. സോ ഇനിയും അങ്ങോട്ട് ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ബിസിനസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് അങ്ങ് തുടങ്ങുക. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത്ര ഏർലി എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. ഇപ്പോൾ ഒരു 17, 18, 19, 20 വയസ്സ് നിൽക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഇനിയും ഇപ്പം ഇത് തുടങ്ങി കഴിഞ്ഞാലും ഇഷ്ടംപോലെ ടൈം അവിടെ ഉണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് ഫെയിലായിപ്പോയി. ഞാൻ അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതും ഫെയിലായിപ്പോയി. സ്റ്റാർട്ട് ചെയ്തു ഫെയിലായി. അങ്ങനെ ഞാനൊരു 5ാമത്തെ ബിസിനസ് ആകുമ്പോഴായിരിക്കും ഒന്ന് വിജയിച്ചു വരുന്നത്. സോ 5ാമത്തെ ബിസിനസ് ആകുമ്പോൾ എനിക്കൊരു 10, 25, 26 വയസ്സായി കാണും. മനസ്സിലായോ? സോ എന്തിനാണ് ഏർലി സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഫെയിൽ ആകുവാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറേ ടൈം കിട്ടും അവിടെ. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു 20ാമത്തെ വയസ്സിൽ തുടങ്ങി വിജയിച്ചത് ഒരു 26ാമത്തെ വയസ്സിലാണെന്ന് വെച്ചോ. സോ അത്രയും നാളും ഒരു ഡിസിപ്ലിനായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കുറേ ഫോക്കസ് ചെയ്ത് കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് കുറേ നോളജ് നമുക്കുണ്ടാവും. ഒരു BA ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിഗ്രിക്കോ തരാൻ പറ്റാത്ത അധികം സ്കിൽസ് നമ്മുടെ കാണും. മനസ്സിലായില്ലേ? സോ അതിനൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ഏർലി അല്ലെങ്കിൽ നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്. എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം എനിക്ക് പറയാനുള്ളത് ഫൈൻഡ് എ പ്രോബ്ലംസ് ടു സോൾവ്. ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിനെ സോൾവ് ചെയ്യുക. മനസ്സിലായില്ലേ? നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ ബിസിനസ് ഐഡിയ. സോ ഞാൻ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിൻ്റെ ആണ്. അത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. സോ ആ ഒരു ഇഷ്യൂക്ക് എനിക്ക് തിരിച്ച് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവിടെ ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് എക്സ്പെൻസീവ് ആയിരുന്നു. സോ വാട്ട് ഐ ഡിഡ് ഈസ് അത് അഫോർഡബിൾ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ തുടങ്ങുന്നതിന് കുറേ പൈസ വേണ്ടേ. സ്റ്റാർട്ട് സ്മോൾ. വളരെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസോഴ്സിനെ ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് തുടങ്ങിയാൽ മതി. പല ഇന്ന് കാണുന്ന വലിയ വലിയ ബ്രാൻഡുകളും ചെറിയൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് തുടങ്ങിയ ബ്രാൻഡുകളാണ് നിങ്ങൾ ഇന്ന് കാണുന്ന വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ. അതുപോലെ ഒരു സർവീസ് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് സർവീസ്, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ ഏജൻസി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല, അപ്പോൾ എൻ്റെ ഒരു സ്കില്ല് മാത്രമേ ഉള്ളൂ. അതായത് ഗ്രാഫിക് ഡിസൈനിങ് എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് വെച്ചോ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിങ് സർവീസ് ആയിരിക്കും. സോ അത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് ഒരു ദിവസം നമുക്കൊരു വലിയൊരു സോഷ്യൽ മീഡിയ ഏജൻസി തന്നെ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് ലിവറേജ് ടെക്നോളജി. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്യുക. ആദ്യമേ പോയി പൈസ കൊടുത്ത് പ്രീമിയം ടൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറേ കോഴ്സസ് വാങ്ങിച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്. യൂട്യൂബ്, കോഴ്സെറ. അതുപോലെ ഡിസൈനിങ്ങിന് വേണ്ടി ക്യാൻവ യൂസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ChatGPT യൂസ് ചെയ്യാം. കണ്ടന്റിന് വേണ്ടി ChatGPT യൂസ് ചെയ്യാം. അതുപോലെ VN യൂസ് ചെയ്യാം. എഡിറ്റിങ്ങിനായിട്ട് CapCut യൂസ് ചെയ്യാം. അങ്ങനെയല്ല, നമുക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം. സോ അതിനൊന്നും നിങ്ങൾക്ക് അവിടെ ഒരു പൈസ വരുന്നില്ല. നാലാമത്തേത്, ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ലേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പഠിക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിലാണ്. സോ നിങ്ങളുടെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി അവിടെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? സോ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഈസ് എ ടഫ് ജോബ് എന്ന് പറയാം. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഈസി ജോബ് ടു. മനസ്സിലായില്ലേ? അപ്പം ഇത് പഠിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് നോക്കി പഠിച്ചാൽ മതി. ഇത് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയും യൂട്യൂബിലുണ്ട്, എല്ലാം ഫ്രീ ആണ്. യൂട്യൂബ് ഈസ് എ ഫ്രീ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയാം. കാരണം യൂട്യൂബിലില്ലാത്ത കാര്യമില്ല. ഇത്ര അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. സോ നിങ്ങൾ എന്തിനാണ് പൈസ കൊടുത്ത് വെറുതെ പോയി പഠിക്കുന്നത്? മനസ്സിലായില്ലേ? സോ യൂട്യൂബിൽ നോക്കി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ കോഴ്സെറ എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. ഓവർകമ്മിങ് ചാലഞ്ചസ് ആസ് എ ടീനേജർ.
സോ ടീനേജറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കുറേ അധികം ചലഞ്ചസ് അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. സ്കൂളിൽ പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാരായിരിക്കും. സോ ബിസിനസ്സും കോളേജും സ്കൂളും കൂടെ ഒക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു സ്കിൽ എന്തുകൊണ്ടും അത്യാവശ്യമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യാം. നോഷൻ എന്ന് പറയുന്നതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആപ്പാണ്. അതായത് ഒരു അറേഞ്ച് ചെയ്ത് വെക്കാം കാര്യങ്ങളെല്ലാം. ഇന്ന് ചെയ്യണം, അത് ചെയ്യണം, നാളെ ചെയ്യാം, ഇത് നാളെ ചെയ്യാം, ഇന്ന് ചെയ്യണം. സോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഗൂഗിൾ കലണ്ടർ ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. അതിൽ നമുക്ക് ടാസ്ക് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിസോഴ്സ് ആണ്, അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ ലഭ്യത കുറവ്. അതായത് നമുക്കിപ്പം എവിടെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും, അല്ലെങ്കിൽ അറിയത്തില്ലല്ലോ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഇതിൻ്റെ റിസോഴ്സ് ഒന്നും അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഒന്നും കാണത്തില്ല ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ പൈസ കൊടുത്ത് റിസോഴ്സ് എടുക്കാമെന്ന് പറ്റി കഴിഞ്ഞാലും അതിപ്പം ഫേക്ക് ആണോ അല്ലെങ്കിൽ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂട്യൂബ്, എപ്പോഴും ഞാൻ പറയും യൂട്യൂബ് ഈസ് ദ ബെസ്റ്റ് കോളേജ് ആൻഡ് സ്കൂൾ ടു സ്റ്റഡി ബിസിനസ് ഓർ സംതിങ് എൽസ്. എന്ത് പഠിക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം. അതായത് നിങ്ങളുടെ ഏജ് കാരണം പല ആൾക്കാരും നിങ്ങളുടെ ഐഡിയയോ തീമിനെയോ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നും വരില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കറേജിങ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ഒഴിവാക്കുക. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമല്ല, നിങ്ങൾ വലിയൊരു ബിസിനസ് ഐഡിയ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏജ് വെച്ചിട്ടായിരിക്കും. സോ അത് അവരുടെ ഒരു മെൻറ്റാലിറ്റി ആണെന്ന് മാത്രം കരുതി മുന്നിലേക്ക് തന്നെ പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻ വഴി അവരെ പ്രൂവ് ചെയ്യുക ദേ ആർ റോങ്. നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ദി പവർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ലേണിംഗ്. നെറ്റ്വർക്കിംഗ് ഈസ് എ കീ ഓഫ് സക്സസ് എന്ന് ഞാൻ പറയും. കാരണം കുറേ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് സോൾവ് ചെയ്യാനായിട്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അവിടെയൊക്കെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസസ് ഫ്രീ ആയിട്ട് തരുന്ന കുറേ ആൾക്കാർ കാണും. സോ അവരൊക്കെ ആയിട്ട് ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ലിങ്ക്ഡിൻ ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രൊഫഷണൽസിനെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. യൂട്യൂബിലൊക്കെ ചുമ്മാ അതും ഇതുമൊക്കെ കണ്ട് ഷോർട്സ് ഒക്കെ കണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കാതെ ഇതുപോലെ നല്ല കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ജെയിംസ് ജാനി, സോ ഹീ ഈസ് ടീച്ചിങ് അസ് അബൌട്ട് മണി. പൈസയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, കുറേ സത്യങ്ങൾ അല്ലെങ്കിൽ കുറേ സ്കാംസിൻ്റെ ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് ജെയിംസ് ജാനി എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലെ പുള്ളി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ ഇതുപോലത്തെ കുറേ യൂട്യൂബ് ചാനൽസ് ആർ ദെയർ ഇൻ യൂട്യൂബ്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കതൊക്കെ ഫ്രീ റിസോഴ്സാണ്. സോ അവരെയൊക്കെ കണക്ട് ചെയ്യാം, മെയിൽ അയച്ച് കണക്ട് ചെയ്യാം, ലിങ്ക്ഡിനിൽ അവരെ കണക്ട് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് എ ഫ്രീ സോഫ്റ്റ്വെയർ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പൈസ ഇല്ലെന്ന് പറഞ്ഞൊന്നും തുടങ്ങാതിരിക്കും. ദാറ്റ്സ് എ ഫേക്ക് എക്സ്ക്യൂസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഐഡിയ ഉണ്ടാക്കുന്നത് നിങ്ങളായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ബിസിനസ്സിൻ്റെ ഐഡിയ ഒന്നുമില്ല, എനിക്കൊരു ഐഡിയ താ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഹെൽപ്ലെസ്. എനിക്കത് തരാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങളുടെ ഐഡിയ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യുക്തി പോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. പക്ഷേ ബിസിനസ്സിൻ്റെ ബാക്കിൽ വേണ്ട സപ്പോർട്ടൊക്കെ ഐ ക്യാൻ ഡു. ഞാൻ വരുന്ന യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം ഇതുപോലുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.